ഗൈസ്, മലയാളത്തിൻ്റെ സ്വന്തം നടൻ, മലയാള സിനിമയുടെ അഹങ്കാരം, മലയാളത്തിൻ്റെ മോഹൻലാൽ നെഞ്ചു വിരിച്ച് ഓവർസീസ് കളക്ഷനിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ 2 പടം ലാലേട്ടൻ്റെ മാറിയിരിക്കുകയാണ് ഗൈസ്. വളരെ സന്തോഷം തരുന്നൊരു ന്യൂസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ യുഗം കഴിഞ്ഞു, ലാലേട്ടൻ ഇനി തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ, ഒരുപാട് വൃത്തികെട്ട പേജുകളിലൊക്കെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കുത്തുവാക്കുകളും കാര്യങ്ങളും ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞുള്ളതൊക്കെ നമുക്ക് കുറേ നമ്മൾ കേട്ടതാണ്. ഇനി കഴിഞ്ഞു, ആളുടെ കാലം കഴിഞ്ഞു, നിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ആ ലാലേട്ടനാണ് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം ഏകദേശം പകുതിയായി മലയാള സിനിമയിലെ ആൾക്ക് എതിരാളികളിൽ നമുക്കറിയാം. അതിൻ്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു, ലാലേട്ടൻ തന്നെയാണ്. പക്ഷേ ഓവർസീസിൽ നമ്മുടെ എമ്പുരാനാണ് റെക്കോർഡ് കളക്ഷനായിട്ട് ഒന്നാമത് വന്നിട്ടുള്ളത്. അത് ചരിത്രം തന്നെയാണ്, ഇന്ത്യൻ സിനിമയിലാണെന്ന് ആലോചിക്കണം. എൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അജിത്തിനെയും സൽമാനെയും കമലഹാസനെയൊക്കെ മലർത്തിയടിച്ച് ലാലേട്ടൻ നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിൽ, നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന്. അപ്പോൾ 1, 2 എമ്പുരാൻ തുടരും, മൂന്നാമത് വന്നിരിക്കും ചാവയാണ്. അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ 100 കോടിക്ക് മുകളിൽ ഒരുപാട് പടങ്ങൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ ഇതുവരെ നമുക്ക് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. തമിഴ് ഇൻഡസ്ട്രിയിലായാലും തെലുങ്കിലായാലും മലയാളത്തിൽ നിന്ന് ഏകദേശം 200 കോടി പടങ്ങൾ വന്നു, 200+ പടങ്ങൾ വന്നു. അപ്പോൾ